ആളാദ്യം ചീത്ത പറയാ ചെയ്ത്, അതായത് ആളൊരു കമന്റ് ഇട്ടു. അപ്പൊ അന്നേരമാണ് ഇത് നമ്മുടെ ടിക്ടോക്ക് നിർത്തിയത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ പേര് പറഞ്ഞു സൗന്ദര്യം, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, നല്ല വൃത്തിയും വെടുപ്പുള്ള വീട്, അതിനനുസരിച്ചുള്ള ഡ്രസ്സ്. അപ്പൊ നമ്മളത് അങ്ങനെ ഒതുക്കി വെച്ചു. അതായത് നമ്മളിപ്പോ ലൈവ് പോകുമ്പോഴും കുറെ പേര് വന്ന് തെറി വിളിക്കും. സത്യം പറയല്ലേ, ഞങ്ങൾ ഈ ഫോണിലുള്ള ഈ കോപ്രായം മാത്രം വലിയ ഫംഗ്ഷന് പോയാൽ തന്നെ ഞങ്ങള് ഞങ്ങളുടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പരമാവധി എപ്പോഴും ഒരു സൈഡിൽ ഒതുങ്ങി. കല്യാണത്തിന് പോയാലും സത്യം പറയാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ മറ്റുള്ളവരെ ഒതുക്കി നിർത്തും. സത്യത്തിൽ ഞങ്ങൾ ഒതുക്കി നിർത്താറുണ്ട്. നമ്മള് മെയിനായിട്ട് നമ്മുടെ വീടിന്റെ ഈ സാഹചര്യം മൂലം നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തുള്ള ഒരു ഇതാണ്. ക്യാമറ അങ്ങനെ പ്രത്യേകിച്ച് പിടിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു കുപ്പി, ഒരു ചീമക്കൊന്നര വടി, ഒരു ഡപ്പേമ കൂച്ചിട്ടിട്ട് ഒരു ബ്രാൻഡി കുപ്പി പകുതി മുറിച്ചിട്ട് ഇങ്ങനെ ആ വടിയിൽ കണക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു കോപ്പ പോലെയാക്കി ടൈല് വെച്ചിട്ട് നമ്മൾ ചെയ്യാം. പിന്നെ കൂടുതൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. ക്യാമറ ഓൺ ആക്കിയാലാണ് ആളുടെ അഭിനയം. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്ടിങ് കഴിഞ്ഞാൽ ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ 10 ഇരട്ടിയുള്ള അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് സോങ്ങില് പൊടിമോള് ഡാൻസ് കളിക്കുമ്പോ നമ്മള് ഇതിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറിയ കുടിയേണ്ട ഒരു ഇത് അങ്ങനെ അത് 14 വീഡിയോസ് കാണുമ്പോ മറ്റുള്ളവര് സന്തോഷിക്കണം, ചിരിക്കണം. അതാണ് ഞങ്ങൾ കൂടുതലും കണ്ടന്റ് യൂസ് ചെയ്യാറ്. മറ്റുള്ളവരിൽ കുറച്ച് വെറൈറ്റിയും കൂടി പിടിക്കണം എന്നാണ് ഞങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങളുടെ കണ്ടന്റ് എപ്പോഴും ഒരു പാട്ട് എല്ലാവരും ഒരേപോലെ കളിക്കുമ്പോൾ നമുക്ക് ആ പാട്ട് കളിക്കാതെ അതിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്നത്. പക്ഷെ അതിൽ നല്ല 1000 വ്യൂസ് ഒക്കെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. ഹാപ്പി ഫാമിലിയിലെ പൊടിമോളും കണ്ണൻചേട്ടനും കിങ്ങിണിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. കറക്റ്റ് അല്ലേ പേരൊക്കെ? മോന്റെ പേര് എനിക്ക് കിട്ടിയില്ല. പ്രനീഷ്. സുട്ടു. സുട്ടുവിന്റെ മാത്രം എനിക്ക് കിട്ടാത്തുള്ളൂ. ബാക്കി ഞാൻ വന്നപ്പോഴേ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. ഹായ് ചേട്ടാ, വീഡിയോസ് ഒക്കെ ഞാൻ ഈയിടെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷമായി അല്ലേ? പക്ഷെ ഞാൻ സത്യത്തിൽ യൂട്യൂബ് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വീഡിയോസ്, ഷോർട്സ് വീഡിയോസ് അല്ലേ ചെയ്യുന്നത്? അതങ്ങനെ ഷോർട്സ് കയറാത്തോണ്ടായിരിക്കും. നമ്മൾ ഈ ഫുൾ വീഡിയോസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അസാധ്യ എന്താ പറയാ ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങളുടെ കണ്ടന്റിന്, അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ശബ്ദം പോലും ഇല്ല. മറ്റേ നമ്മൾ പണ്ട് പറയും മൂകാഭിനയം എന്ന് പറയും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിൽ പൊടിമോളാണ് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത്. പൊടിമോൾ ഇപ്പൊ എത്രയില്ല? 5ല്. ക്ലാസ്സിൽ ചെല്ലുമ്പോ എങ്ങനെയുണ്ട് ഇവിടത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാരും പറയുന്നത്? ചിലര് പറയും, ചിലര് അങ്ങനെയൊന്നും ഇല്ല, സപ്പോർട്ടിനൊന്നും ചിലര് സപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ചേട്ടൻ എന്താ ജോലി? എനിക്ക് മേസ്ത്രി പണിയാ. മേസ്ത്രി പണി. ചേച്ചിക്കോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫ്. ഇവരുടെ വീട് തൃശ്ശൂര് കുന്നത്തങ്ങാടി. അരിക്കൂര് കുന്നത്തങ്ങാടി. ഇതാണോ മറ്റേ കുന്നത്തങ്ങാടി ഷാപ്പിൽ? മണിച്ചാട്ടം പാടി നമ്മുടെ വീടിന്റെ 2 മിനിറ്റ് നടക്കാനുള്ള വഴിയുള്ളൂ. ഞങ്ങളിങ്ങ് വന്നപ്പോ കുറച്ച് ആൾക്കാരെ കണ്ടു. അത് പറഞ്ഞ 2 സ്ഥാപനം നേരെയാ. ഞാൻ നിങ്ങൾക്ക് വഴി ചോദിക്കാൻ നിർത്തേ. കുന്നത്തങ്ങാടി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആ പാട്ടാ പെട്ടെന്ന് ഓർമ്മ ചോദിച്ചേ. ചേട്ടന് ഈ മേസ്ത്രി പണിയുടെ ഇടയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ഭയങ്കര സാധാരണക്കാരാണ്. ഇപ്പം എനിക്ക് പോലും ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷനാണിത്. അപ്പം അതെനിക്ക് സാധ്യതകൾ തുറന്നു വരുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് 2 വർഷം മുന്നേ, എനിക്കിപ്പോഴും ഒരു ചാനലൊക്കെ തുടങ്ങാൻ പേടിയുള്ള ഒരാളാണ്. പിന്നെ എല്ലാവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ആരാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ഇങ്ങനെ വരുമാനമൊക്കെ ഉണ്ട്? അത് വരുമാനമല്ല, ഞങ്ങൾ പണ്ട് ടിക്ടോക്കിൽ ഉണ്ടായിരുന്നു. ടിക്ടോക്കിൽ അന്ന് ഞങ്ങക്ക് അതിൽ ലൈക്കല്ലേ, 1 മില്യൺ ലൈക്ക് അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ അന്നേരമാണ് ഇത് നമ്മുടെ ഇത് നിർത്തിയത്, ഈ ടിക്ടോക്ക് നിർത്തിയത്. അപ്പോ നമുക്ക് ഇതിനെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ പേര് പറഞ്ഞു സൗന്ദര്യം, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ, നല്ല വൃത്തിയും വെടുപ്പുള്ള വീട്, അതിനനുസരിച്ചുള്ള ഡ്രസ്സ്. അപ്പൊ നമ്മളത് അങ്ങനെ ഒതുക്കി വെച്ചു. അന്നേരം ആള് 2021 മോൻ ഈ ഫ്രീ ഫയറിന്റെ കളിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ്. അന്ന് അവന് 14 വയസ്സ് അങ്ങടെ ഉള്ളു. അപ്പൊ ഇപ്പോഴും അവ തുടങ്ങി വെച്ച സാധനത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് അവന്റെ ആ പ്രായത്തിൽ അവൻ ചെയ്തു വെച്ച് ശരിയാണോ എന്ന് ഞങ്ങൾക്കറിയാം. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയത് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങള് പൊടിമോള് പറഞ്ഞ നമുക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഈ കാവാലയ്യ എന്ന് പറയുന്ന സോങ്ങില് പൊടിമോള് ഡാൻസ് കളിക്കുമ്പോ നമ്മള് ഇതിന്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു ചെറിയ കുടിയേണ്ട ഒരു ഇത് അങ്ങനെ അത് 14 വീഡിയോസ് കാണുമ്പോ മറ്റുള്ളവര്
സന്തോഷിക്കണം, ചിരിക്കണം. അതാണ് ഞങ്ങൾ കൂടുതലും കണ്ടന്റ് യൂസ് ചെയ്യാറ്. അപ്പൊ ആദ്യത്തെ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ എന്തായാലും ആൾക്കാരൊന്ന് ചിരിപ്പിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് കാവാലെ എല്ലാവരും സാധാരണ കളിക്കണ പോലെ, പിന്നെ മറ്റുള്ളവരിന്ന് കുറച്ച് വെറൈറ്റിയും കൂടി പിടിക്കണം എന്നാണ് ഞങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത്. ഞങ്ങളുടെ കണ്ടന്റ് എപ്പോഴും ഒരു പാട്ട് എല്ലാവരും ഒരേപോലെ കളിക്കുമ്പോൾ നമുക്ക് ആ പാട്ട് കളിക്കാതെ അതിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുന്നത്. അപ്പൊ മോള് കളിക്കുന്ന സമയത്ത് ചേട്ടനല്ലേ കള്ളുകുടിയന്റെ വേഷത്തിൽ ബാക്കിൽ അതാണ് എന്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ തുടക്കം. അതാണ്. പക്ഷെ അതിൽ നല്ല എന്താ പറയാ 1000 വ്യൂസ് ഒക്കെ കിട്ടിയപ്പോ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. നിങ്ങളെല്ലാം ഷോർട്ട് വീഡിയോസ് ആണ്. കണ്ടന്റ് എഴുതിയിട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലല്ലേ? ഇല്ലില്ല. പെട്ടെന്ന് കണ്ടന്റ് കിട്ടും എന്തെങ്കിലും. അത് മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആൾക്കാർ ചെയ്യണ പോലെ വലിയ ആൾക്കാർ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരെണ്ണം നല്ല ഡ്രസ്സും സാരിയോ കൊടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ഇതല്ല. ഇപ്പൊ ചില ഷോട്ടിൽ കാണാം ഞാൻ ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോ എന്റെ മേത്തുള്ള സിമെന്റും ആ വർക്കിംഗ് ഡ്രസ്സും വെച്ചിട്ട് ഞാൻ ചെയ്യാം, പിന്നെ വൈകിട്ട് ചെയ്യും. അങ്ങനെയാണ്. അല്ലാണ്ട് ഇതിന് അങ്ങനെ മെനക്കെട്ട് നടക്കാം. ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലിക്ക് ആവണമെന്നില്ല. അപ്പൊ പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവരൊക്കെ നല്ല നല്ല കമന്റുകള് നമ്മള് എന്താ പറയാ നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. കണ്ണൻചേട്ടന്റെ ഒറിജിനൽ പേര് എങ്ങനെയാ? എന്റെ പേര് പ്രവീൺ. ചേച്ചിയുടെ കിങ് നിമിഷ, പ്രവീണ്, പ്രവ്യ, പ്രണീഷ്. എല്ലാം ഇവരെല്ലാം പ്രാക്കാരാ. ചേട്ടന്റെ ചേച്ചിയൊക്കെ എല്ലാരും പ്രിയ, പ്രജിത്ത് ഒക്കെ അങ്ങനെ എല്ലാം പ്രായം. ചേട്ടൻ 1-2 പ്രാവശ്യം സംസാരിച്ചപ്പോ പറഞ്ഞു നല്ല വീട്, ഡ്രസ്സ്, ഫോൺ വേണമായിരിക്കും. ഫോൺ വേണ്ടാന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ക്ലാരിറ്റി ആളുകൾ ശ്രദ്ധിക്കും. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഓർമ്മയുള്ളെങ്കിൽ നല്ല വൃത്തിക്കൊക്കെ ഇട്ട് വൃത്തി മീൻസ് നമ്മുടെ വൃത്തി നമ്മൾ ആ ഒരു കാണുമ്പോ വീഡിയോ കാണുമ്പോ നമ്മള് ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞേ ആ ഒരു ആക്ടിങ്, പ്രത്യേകിച്ച് പൊടിമോളുടെ ആക്ടിങ് ആണ് ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത്. നല്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഡാൻസ് പഠിക്കാനോ? ഡാൻസ് പഠിക്കണമില്ല. ഇതുവരെയായിട്ട് സ്കൂളില് ഒരു പരിപാടിക്ക് പങ്കെടുക്കേ അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കേ അങ്ങനെയുള്ള ഒരു പരിപാടികളില്ല. നമുക്ക് ക്യാമറ ഓൺ ആക്കിയാൽ മാത്രമേ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ ഞാന് മെയിൻ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യം ഇവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഈ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഒരു 1000 പേരെ കാണുള്ളൂ. ഏത് സ്കൂളിലുള്ളവരും 4 ആൾക്കാരും കാണുള്ളൂ. ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഇവിടെ സാധിച്ചോ. നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മില്യൺ ആൾക്കാർ കാണും, ചിലപ്പോൾ 5000 പേര് കാണും. അപ്പൊ അവരുടെ ഇത് അങ്ങോട്ട് എത്തുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മള് ഈ നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പോൾ ഇതുപോലെ ഒരു ഗൂഗിൾ TV മേടിച്ചു. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പോൾ 2ാമത്തെ 3ാമത്തെ പ്രാവശ്യം അങ്ങോട്ട് മക്കള് പറഞ്ഞു അച്ഛാ നമുക്ക് ഇങ്ങനത്തെ TV മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഇവരടുത്ത് ഞാൻ പണിക്ക് പോകുമ്പോ പറയും ഈ പാട്ട് നമുക്ക് ഇന്ന് കളിക്കാം. അപ്പൊ ഇവര് ഇത് അതിൽ കണക്ട് ചെയ്തിട്ട് ഇവര് പിന്നെന്ന് വെച്ചാൽ 1 മിനിറ്റ് വേണ്ടോ. അപ്പൊ ഇവര് പഠിച്ച് അങ്ങനെ വെച്ചിട്ടുള്ള ഇതാണ്. ഇവര് ഒരിക്കലും കളിക്കാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ട് കളിച്ചിട്ടില്ല. ആള് ചെറുപ്പത്തിലും സ്കൂളിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നമ്മള് അപ്പൊ ഈ കണ്ടന്റ് ഇപ്പം നിങ്ങള് ഇപ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ കണ്ടന്റ് മേക്കിംഗ്, ഇപ്പൊ ഫുഡ് എടുക്കുന്നതാണെങ്കിലും എല്ലാം ആരാ ക്യാമറ പിടിക്കുന്നത്? ക്യാമറ അങ്ങനെ പ്രത്യേകിച്ച് പിടിക്കുന്നില്ല. അതായത് നമ്മൾ ആദ്യം ഒരു കുപ്പി, ഒരു ചീമക്കൊന്നര വടി, ഒരു ഡപ്പേമ കൂച്ചിട്ടിട്ട് ഒരു ബ്രാൻഡി കുപ്പി പകുതി മുറിച്ചിട്ട് ഇങ്ങനെ ആ വടിയിൽ കണക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഒരു കോപ്പ പോലെ ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയുള്ള സീനാണെങ്കിൽ നമ്മൾ ക്ലിപ്പായിട്ടാണ് എടുക്കണത്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ 3 പേര് ഒരു സ്പോട്ടിൽ വന്ന് നിൽക്കും. അല്ല ഇപ്പൊ ഞാനും പൊടി മാത്രമുള്ള സീനാണെങ്കിൽ പൊന്നൂസ് എടുക്കും. പിന്നെ ചില സീൻ ഇങ്ങനെ കൊണ്ടുവരേണ്ട സീനൊക്കെ ഇല്ലേ, അങ്ങനെ ആവുമ്പോ മോനെടുക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് അവൻ ഉണ്ടാവില്ല, സ്കൂളിൽ നിന്ന് വരാൻ നേരം വൈകും. ഇപ്പൊ എന്ത് പഠിക്കുന്നത്? പ്ലസ് ടു. വീഡിയോയിൽ അങ്ങനെ കാണാറില്ലല്ലോ. ആൾക്ക് വീഡിയോ പ്രശ്നമൊന്നുമില്ല. ന്യൂ ജനറേഷൻ ആള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വേറെ ടൈപ്പ് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. എഡിറ്റിങ്ങിന്റെ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യണത്. മേസ്ത്രിപ്പണി, ക്യാമറ, എഡിറ്റിംഗ്, കണ്ടന്റ് മേക്കിംഗ് ഈ മേസ്ത്രിപ്പണി കഴിഞ്ഞു വന്നിട്ട് എപ്പോഴാ പിന്നെ ഇതിനൊക്കെ സമയം? അതപ്പന്നെ മേസ്ത്രിപ്പണി കഴിഞ്ഞു വരുമ്പോ ഞാൻ ചിലപ്പോ ഉച്ചയ്ക്ക് വിളിക്കും, ഇന്ന സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നമുക്കെന്ന് വെച്ചാൽ വലിയ കാശ് കൊടുത്ത് മേടിക്കണ എന്താണുള്ള വീട്ടില് അത് വെച്ചിട്ടുള്ളതായിരിക്കും. അങ്ങനെ ചേട്ടൻ വരുമ്പോ തന്നെ പറഞ്ഞിട്ടാ വരാ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം, ഉച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം കേട്ടോ, അപ്പൊ സെറ്റപ്പ് ആക്കി നിന്നോളൂന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെതായ ചെറിയ കാര്യങ്ങൾ ചിലപ്പോ അല്ല പട്ട വെട്ടിരിക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചരമുട്ടി, പട്ട, കലം അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് കലാപരിപാടികൾ. നമ്മളൊക്കെ പറയാം ഒരു സാമ്പാർ വെക്കാം, സാധനമൊന്നുമില്ല വീട്ടിലുള്ള എടുത്ത അങ്ങനത്തെ പരിപാടികളാണ് നമ്മുടെ കംപ്ലീറ്റ്.
അതെ. പൊടിമോള് ആശയങ്ങളൊന്നും പറയാറില്ലേ? പൊടിമോൾക്ക് ആശയമൊന്നുമില്ല. നമ്മള് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും, പക്ഷെ നമ്മള് പിന്നിലുള്ള എന്തൊരു ചെയ്യണമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു നോക്കുമ്പോ നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ആൾ കയ്യിൽ നിർത്തി. ചേട്ടാ, നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് പാടി, ചെയ്തിട്ടുണ്ട്. സുഖം മലരെ എന്ന് പറഞ്ഞു. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നല്ല രസമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ ടൈമിങ് ആദ്യമേ ട്രയൽ എടുത്തു നോക്കും? ട്രയൽ പരിപാടി ഒന്നും ഇല്ല. ട്രയൽ പരിപാടി ഒന്നും ഇല്ല. മൊത്തം മറ്റേ എന്നെ പണ്ടേ തട്ടകത്തിൽ കയറി അങ്ങ് കളിയാണോ? അപ്പൊ ഒന്ന് പറഞ്ഞു കൊടുക്കോ എങ്ങനെയാണ് അത്? എന്തൊരു കേസ് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഇത് സെക്കൻഡ് സ്പീഡിൽ ഇട്ടിട്ടൊക്കെ ചെയ്യണത്. സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ ഇടുമ്പോ ഒക്കെ പതുക്കിയേ വരല്ലോ. അപ്പൊ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പൊടിമോള് ക്യാച്ച് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് അതിനകത്ത് മലരെ. അപ്പൊ ഇപ്പഴത്തെ ആളെയല്ലേ കാണിക്കുന്നത്. നല്ല രസമുണ്ട്. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. വീഡിയോ എടുക്കുന്നവരെല്ലാം തന്നെയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഒരുപാട് പേര് അതായത് ഈ പറഞ്ഞ പോലെ ടിക്ടോക്കിലുണ്ടായിരുന്ന ആദ്യകാലത്ത് ഉണ്ടായിരുന്നവരൊക്കെ പിന്നീട് യൂട്യൂബ് തുടങ്ങി. യൂട്യൂബിൽ നിന്നാണെങ്കിലും ശരി, ഇന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ചെയ്യുന്നവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് KL ബിജു ബ്രോ അവര് നോർമൽ തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ ജോലി, പക്ഷെ അവരിപ്പം കണ്ടന്റ് ഭയങ്കരമായിട്ട് മേക്ക് ചെയ്യുന്നത്. അതായത് അവര് പറയുന്ന ഒരു ദിവസം പണ്ട് അവര് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്, അവർ പറയും കണ്ടന്റ് ഉണ്ട് അവർക്ക്. കാരണം കണ്ടന്റ് ആണ് അവർക്ക് വരുമാനം കൊണ്ട്. അപ്പൊ നിങ്ങളോട് ഇങ്ങനെ യൂട്യൂബ് ചെറിയ വീഡിയോയ്ക്കല്ലേ നിങ്ങൾക്ക് ഇപ്പം തരുന്നത്. അപ്പം ഫുൾ കണ്ടന്റ് ഇടാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ലോങ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ലോങ് വീഡിയോ കുറവാണ് ഞങ്ങൾക്ക്. കണ്ടന്റ് കുറവാ. കണ്ടന്റ് കുറവെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷെ നമുക്ക് നേരം കിട്ടില്ല. നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും നമ്മൾ ശ്രദ്ധ കൊടുക്കില്ല. മെയിനായിട്ട് നമ്മുടെ ജോലി, അതിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർട്ട് ടൈം പോലെയാണ് ഇതിൽ ചെയ്യുന്നത്. ഇതും ജോലി തന്നെയാണ് റെഡിക്ക്. ഇതിൽ കറക്റ്റായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുകളിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പൊ അത് കാരണം കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ KL ബ്രോ ബിജു ചേട്ടനായാൽ പോലും അവര് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ അവിടെ തുന്നീനെ കുളിപ്പിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് അവരൊക്കെ അവിടെ എത്തി. നമ്മള് മെയിനായിട്ട് നമ്മുടെ വീടിന്റെ ഈ സാഹചര്യം മൂലം നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാത്തുള്ള ഒരു ഇതാണ്. പിന്നെ വീടിന്റെ സാഹചര്യം ഇപ്പൊ നിങ്ങളുടെ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ വന്നതേ നിങ്ങളുടെ ഭിത്തിയിലൊക്കെ ശ്രദ്ധിച്ചു. നിങ്ങളുടെ ടേബിളിൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഞാൻ കാണാറുണ്ട്. ആ ഇട്ടേക്കുന്ന മാല, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലവര് പറയും മറ്റേ എന്താണ് നമ്മുടെ പട്ടിണി വിൽക്കുകയാണ്. അല്ല, അത് മാത്രല്ല ചേച്ചി, ഇപ്പൊ നമ്മള് പറയാൻ കാരണം എന്താ, നമ്മള് ചില വീഡിയോകൾ ഇങ്ങനെ എടുക്കുമ്പോഴേ അതിൽ ചില കമന്റുകൾ വരും, നമുക്ക് ഒന്ന് വൃത്തിയിൽ ഇതാക്കിക്കൂടാ. ഞാൻ കണ്ടിരുന്നു ഒരു ദിവസം ചേച്ചി തുണി അലക്കുന്ന ഒരു വീഡിയോയില് ചേട്ടന്റെ ഡ്രസ്സ് വരെ വലിച്ചൂരി അലക്കുന്ന ഒരു സീനില്ലായിരുന്നു മഴയ സമയത്ത്. അപ്പൊ അതിൽ ചോദിച്ചു അതിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ പരിസരം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇതാണ് ഇപ്പൊ നമ്മുടെ അതിർത്തി. ഇത് അതിർത്തി, ഈ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് 1.5 ഇഞ്ചുള്ള നമുക്ക്. പിന്നെ അതുപോലെ ആ വീടിന്റെ അവിടെ നിന്ന് മതിൽ വരുള്ളൂ, അങ്ങടി ഇല്ല. അപ്പൊ ആ ഒരു സ്ഥലം വൃത്തിയാണ്. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഈ കട്ട പിടിച്ചിട്ടുള്ള വീടുകളാണ് കംപ്ലീറ്റ് ഇവിടെ. അപ്പൊ ഞങ്ങളുടെ വീട് മതി ഇങ്ങനെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. അത് ഈ കമന്റ് കൂടുതൽ ഇടുന്ന ആൾക്കാർ വലിയ വീട്ടിലുള്ള ആൾക്കാരാവുന്ന തോന്നുന്നു എനിക്ക്. അല്ലാണ്ട് അവരങ്ങനെ ചെയ്യില്ല. സാധാരണ ഒരാളാണെങ്കിൽ ആൾക്ക് അറിയാം അതിനെ കുറിച്ച്. അല്ല, അത് രണ്ട് രീതി പറയാൻ ചേട്ടാ. കാരണം നിങ്ങളുടെ സ്ഥലമാണെന്ന് അവർ ഓർത്ത് കാണും. ആ തുണി കഴുകിയിടുന്ന സ്ഥലം നിങ്ങളുടെ സ്ഥലമാണെന്ന് ഓർത്ത് കാണും. മനസ്സിലായോ? അപ്പൊ അതൊന്ന് വൃത്തിയാക്കിയിട്ടൂടെ എന്നായിരിക്കും. അല്ല, വൃത്തി ഇപ്പൊ മാക്സിമം ഉള്ള കൊണ്ടിട്ട്. ഇതിപ്പോ വേറെ ആൾക്കാരെ പറഞ്ഞാൽ നമ്മള് പുല്ലൊക്കെ പറിച്ച് അങ്ങോട്ട് ഇട്ടാലും ഇങ്ങോട്ട് പുല്ല് വരും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പുല്ല് പറിക്കുമ്പോ തന്നെ ആ പുല്ല് പറിച്ചിടുന്നതിനും കുറച്ച് പ്രശ്നങ്ങളാണ്. ആരെടുത്ത് ചോദിച്ചു ഇതെന്താ ഇത് കോളനി പോലത്തെ സ്ഥലം? അല്ലല്ല, കോളനി പോലത്തെ അല്ല. പക്ഷെ ഇവിടെ കോളനിന്റെ പിന്നിലാണ്. ഇത് കോളനി അല്ല. പക്ഷെ ഇവിടെ ഒക്കെ ഇങ്ങനെ നമ്മളിവിടെ തൃശ്ശൂർ ശൈലിയിലും അടുപ്പുങ്കല്ല് വെച്ച പോലെ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യവും കാര്യങ്ങളും. അതുകൊണ്ട് ഇപ്പൊ നമുക്കിതിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വീട് മൊത്തം ടൈൽസ് വിരിക്കുക, അല്ല അടിച്ചു വാരി വെടുപ്പാക്ക, അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല. നമ്മളുടെ വൃത്തി നമുക്കുണ്ട്. രണ്ട് രീതി ഞാൻ കുറച്ചു പറഞ്ഞല്ലോ, എല്ലാത്തിനും രണ്ട് രീതിയുണ്ട്. അവരുള്ളവരുണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അവരുടെ ഒരു കമന്റിന് 10 പേര് താഴെ വന്ന് അതാണ് ഇതില് നമുക്ക് അങ്ങനെ കമന്റ് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയും നിങ്ങളവിടെ വീട് നോക്കണ്ട, അവരുടെ അഭിനയം കാണിക്കുന്ന. അതാണ് നമ്മുടെ എന്താ പറയാ പ്രചോദനം എന്നൊക്കെ പറയില്ല. അതായത് നമ്മൾ ഇപ്പൊ ലൈവ് പോകുമ്പോഴും കുറെ പേര് വന്ന് തെറി വിളിക്കും. അപ്പൊ എന്തിനാ അവര് വിളിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതിന്റെ ഇടയില് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് അതൊക്കെ
കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, ഒരു കാറ്റണിങ്ങർ ഇറക്കുന്നുണ്ടെന്ന് പറയണ പോലെ എല്ലാത്തിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. ഇതിപ്പോ നാളെ ഞാൻ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചാലും പറയും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അല്ല ഇപ്പം എന്നോട് വന്നപ്പോ പറഞ്ഞു, ചേച്ചി ഞങ്ങള് കണ്ടന്റ് ചെയ്യാൻ ഞങ്ങള് വെളിയിൽ പോയിട്ടില്ല, എന്നെ ഫോൺ വിളിച്ചാ പറഞ്ഞു. അതായത് പുറത്ത് ഞങ്ങള് പോയിട്ടില്ല. നിങ്ങൾ 4 പേരും പുറത്ത് പോയിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നും പുറത്ത് പോകാറില്ല. 4 പേര് ഒരുമിച്ച് ഒറ്റയ്ക്കും കുറെ നാളായിട്ട് പോയിട്ടില്ല. അല്ല ഞങ്ങൾ അങ്ങനെ പോക്കില്ല. ഞങ്ങള് പറയണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് കണ്ട ഒരുമിച്ച് പോയി കണ്ട മൂവി എന്ന് പറയുന്നത് എത്ര വർഷമായി ഉണ്ടാവും ഇപ്പൊ. അപ്പൊ ഞങ്ങൾ അവസാനമായി കണ്ട സിനിമ അതിനുശേഷം എന്തോരം സിനിമ ഇറങ്ങി ഞങ്ങൾക്ക് അതിന്റെ സാഹചര്യം കിട്ടിയിട്ടില്ല. സാഹചര്യം കിട്ടിയിട്ടില്ല, ടൈമില്ലെന്നോ? ടൈമുണ്ട് നമുക്ക്. നമുക്കിതിൽ പറയാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോഴും ആൾക്കാർ പറയും പഞ്ഞം പരാതി. നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ദിവസം മുടക്കെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ സിനിമയ്ക്ക് പോകാന്ന് വെച്ചാൽ എന്തായാലും ഞങ്ങൾ 4 പേര് പോകണ 1000 ഉറുപ്പ്യ വേണം. അപ്പൊ 1000 ഉറുപ്പ്യ പോയി അപ്പുറത്ത് പിറ്റേ ദിവസം എല്ലാവരും വന്ന് വിറ്റത്ത് നിൽക്കും. അങ്ങനത്തെ അപ്പൊ നമ്മളിപ്പോ ഇതില് മെയിനായിട്ട് ഓരോ ദിവസത്തെ പൈസ ഓരോ കാര്യത്തിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ജീവിതമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതില് വന്നോടുകൂടി നമുക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങി. യൂട്യൂബിൽ വന്നോടുകൂടിയാണ് നമ്മുടെ കുറച്ച് ബാധ്യതകളൊക്കെ ഒതുങ്ങി. അത് ഇതിൽ നിന്നാണ് കേട്ടോ, ഇതിൽ നിന്ന്. പിന്നെ കുറേ പേര് നമുക്ക് കമന്റ് ഇടും, നിങ്ങൾക്ക് തന്ന സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങൾ റീച്ച് ആക്കി തരാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതിൽ വന്നോടുകൂടി ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നുണ്ട്. ഇത് പറയുമ്പോൾ സൂക്ഷിക്കണം, അപ്പൊ പറയും പഞ്ഞം പരാതിയോ പറയും. അല്ല നമ്മുടെ കയ്യിലുള്ളതല്ലേ. അതെ അതെ, നമ്മളൊന്നും ഓണായിട്ട് ഒന്നും പറയാറില്ല. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മള് പട്ടിണി കിടക്കുന്നതും നമ്മള് പലരും വീഡിയോ, ഇപ്പൊ ഞാൻ പറയാം ചിലവര് വീഡിയോ കാണിച്ചൊക്കെ പറയാ. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൽ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ഫൈനലി നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്. ഇപ്പം നെഗറ്റീവ് കമന്റ്സ് ഇടയ്ക്ക് കാണാറുണ്ട് ഞാൻ. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ പോലും വീഡിയോ എന്നാ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതിനെ വേറെ ആൾക്കാർ വന്ന് തടയടിച്ചിട്ടോളും. നമ്മളെ സപ്പോർട്ട് ചെയ്യണവര് അവർക്ക് നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കൊടിമോള് അഭിനയിക്കുക മാത്രമല്ല, മിണ്ടാതിരിക്കുന്നല്ല വന്നപ്പം മുതല്. അവള് അങ്ങനെയാണ്. പക്ഷെ ആൾക്കാരായിട്ട് എന്താ പറയാ നല്ലതായി കഴിഞ്ഞാൽ പിന്നെ നന്നായി വർത്താനം പറയും. കൊടിമോളെ കാണാനാണ് കുറെ ആൾക്കാർ ഇരിക്കുന്നത്. ചോദിച്ചാ പറയാ, എന്താ ചോദിക്കട്ടെ, ചാടിക്കേറി പറയണോ, ഹെഡ് ചെയ്ത് പറയണോ? അതുകൊണ്ടാണല്ലേ മൂകാഭിനയമാക്കിയത്. അവള് വർത്താനൊക്കെ നന്നായി എനിക്ക് എഴുതാൻ അറിയില്ല സാറേ, വായിക്കാൻ അറിയുള്ളൂ. എനിക്ക് ആക്ട് ചെയ്യാൻ അറിയുള്ളൂ സാറേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാണോ? അതുപോലെയാണോ? പിന്നെ കൂടുതൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. ക്യാമറ ഓൺ ആക്കിയാലാണ് ആളുടെ അഭിനയം. അതവരെ നമ്മൾ പറഞ്ഞു കൊടുത്ത ഇന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ആക്ടിങ് കഴിഞ്ഞാൽ ഓഫ് ആക്കിയിട്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോഴായിരിക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ 10 ഇരട്ടി അവളതിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊടിമോള് ഇതിന് അച്ഛനും അമ്മയും ഇങ്ങനെ പറയുമ്പോ തന്നെ എന്തെങ്കിലും റെഫറൻസ് നോക്കുമോ? അതോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു കള്ളുകൂടിയാണ് അവളുടെ കയ്യിൽ നിന്ന് എടുത്തിടും. റെഫറൻസ് എവിടുന്നാ നോക്കുന്നേ? അത് ഫോണിന്നൊക്കെ നോക്കും. പിന്നെ അച്ഛൻ ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ ഈ മെസ്സേജ് അയക്കുന്ന ഒരു പൊടിമോളെ പ്രത്യേകം ചോദിക്കാറില്ലേ? അപ്പൊ പൊടിമോൾക്ക് എന്നാ തോന്നുന്നു? അച്ഛൻ പറയണത് പിറ്റേ ദിവസം കൊടുത്തു കഴിഞ്ഞാല് അവര് ഇങ്ങോട്ട് തന്നെ തിരിച്ചായിരുന്നു. ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അവർ തിരിച്ചു ആണോ? പൊടിമോൾ അത്ര ശല്യമാണോ? പിന്നെ 14ാമത്തെ വയസ്സിൽ യൂട്യൂബ് തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഈ അച്ഛനും അമ്മയും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു. ഇപ്പം പുറത്തോട്ടൊക്കെ പോകുമ്പോ, കൊച്ചിനിപ്പോ 10, 17, 18 വയസ്സായി. അപ്പൊ വെളിയിലേക്കൊക്കെ പോകുമ്പോ ആൾക്കാർ ചോദിക്കാറുണ്ടോ, നിന്റെ അച്ഛനും അമ്മയും എന്താണ് അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്നാ, കൊള്ളാം, നീ എന്താ വരാത്തെ, അങ്ങനെ വല്ലതൊക്കെ ചോദിക്കാറുണ്ടോ? എല്ലാരും ചോദിക്കും, എന്റെ വീഡിയോയില് വരാത്തെ, നിനക്ക് വന്നൂടെ? അപ്പൊ ഞാൻ പറയും, എനിക്ക് പൊതുവെ ക്യാമറ ഷൈ ഉണ്ട്, എനിക്ക് വലിയ ഇതില്ല. അങ്ങനല്ല, എനിക്ക് ക്യാമറ കാണുമ്പോ തന്നെ ഇപ്പൊ എന്തോ അഭിനയൊന്നും വരില്ല, അതാണ് മെയിൻ. പിന്നെ ഞങ്ങളുടെ ക്യാമറയിൽ എന്താ ഇത്ര ധൈര്യത്തോടെ ധൈര്യത്തോടെ ഇത്ര നേരം ഞാൻ മിണ്ടാണ്ടിരിക്കണത് തന്നെ. അല്ല മിണ്ടാണ്ടിരുന്നല്ലാലും ഞങ്ങളുടെ ഇത് ഫുൾ ടൈം ഇത് ഓണല്ലേ? ഓടന്നെ. എനിക്കൊരു ഉള്ളിന്നൊരു പേടി, അങ്ങനെ അത്രേ ഉള്ളു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക്, ഇപ്പം ചേട്ടൻ വന്നപ്പോഴേ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിറം, നമ്മുടെ വീട് സൗകര്യങ്ങളൊക്കെ പറഞ്ഞു.
ശരിക്കും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടിക്ടോക്ക്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെയാണ് ഒരുവിധം കറുത്തവരെയും ഒന്ന് ഭയങ്കര എന്താ പറയുക ഭയങ്കര കോംപ്ലക്സ് ഉള്ളവരെ, സൗന്ദര്യമില്ല എന്ന് കോംപ്ലക്സ് ഉള്ളവരെ പുറത്തു കൊണ്ടുവന്ന ഒരു സാധനം ഈ സോഷ്യൽ മീഡിയ. അങ്ങനെ വന്നതുകൊണ്ട് മാത്രം ആങ്കർ ആയ ഒരാളാണ് ഞാൻ. മനസ്സിലായോ? ഞാനും ഒരു പ്രൊഡ്യൂസറായിട്ട് ഞാൻ ചാനലിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്നു. ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രൊഡ്യൂസറായിരുന്നു, പുറകിലായിരുന്നു. അത് നമ്മളെ ആർക്കും അറിയത്തില്ല. ഞാൻ സ്കൂളിൽ ഞാൻ ജേർണലിസം കഴിഞ്ഞിട്ട് പറയും ചാനലിലാണ്, ഇന്ന ചാനലിലാന്ന് പറയുമ്പോൾ കാണാറില്ലല്ലോ എന്ന് വെക്കും. ആൾക്കാരുടെ വിചാരം റീഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നവരാണ്, ക്യാമറയ്ക്ക് മുന്നിൽ ഉള്ളവരാണ് ഇവിടുത്തെ ആൾക്കാർ. അപ്പൊ എന്നോട് എപ്പോഴും ചോദിക്കും. അപ്പൊ എനിക്ക് മറുപടി പറയാനില്ല. എന്റെ ചേച്ചിനെ കെട്ടിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴും അവര് പറഞ്ഞു ഓ നീയോ എന്നൊക്കെ നമ്മളിങ്ങനെ കളിയാക്കും. നമ്മളത് വിട്ട് പിന്നീട് ഇങ്ങോട്ട് വന്ന് ഇത് മീൻസ് ഞാൻ ഈ പുറകിൽ തന്നെയായിരുന്നു. അതായത് ഈ ഇത്തരം ആങ്കർമാരെ പുറകിൽ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ്, അടുത്ത ന്യൂസ് ഏതാ, ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ അതേ അവസ്ഥ എനിക്കുണ്ട്. ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ ക്യാമറക്കിട്ട് നോക്കത്തില്ല, എന്നെ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. ആദ്യത്തെ ഒരു സാധനം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയില്ല, എൻ്റെ ബോധം വരെ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ പേടിയാണ്. നമ്മളുടെ ആദ്യത്തെ ഒരു ഇന്നർ ഫിയർ എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ കൊള്ളത്തില്ല, എൻ്റെ പല്ല് പൊങ്ങിയിട്ടുണ്ട്, പല്ലിന് ഗ്യാപ്പുണ്ട്, അപ്പൊ ആൾക്കാർ കാണുമ്പോൾ എന്നെ എങ്ങനെ വിചാരിക്കും എന്നായിരുന്നു എൻ്റെ പ്രശ്നം. അതെന്റെ പ്രശ്നമാണ്, എൻ്റെ മാത്രം പ്രശ്നമാണ്. മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ തന്നെ വിചാരിക്കുള്ളെങ്കിലും അതെന്റെ പ്രശ്നം. ഞാൻ സൗന്ദര്യമുള്ളതാണെന്ന് ഞാൻ സ്വയം ചിന്തിക്കണം ആദ്യം. അതിനുശേഷം ഞാൻ കുറച്ചൊക്കെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ 2 വർഷം മുന്നേ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവർക്കൊക്കെ അന്നേ കോൺഫിഡൻസ് കിട്ടിയെന്നായി. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ ചേട്ടനാണ്. അല്ലേ ഞാൻ ഇപ്പൊ മോനെ അങ്ങനത്തെ കേസിൽ ഒരു ഇത് പേടി. പക്ഷെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കളറിന്റെ കേസിലോ വീടിന്റെ കേസിലോ ഡ്രസ്സിന്റെ കേസിലോ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്കായിട്ടൊരു പ്രശ്നമില്ല. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ്. പിന്നെ മറ്റുള്ള ഇത് നമുക്ക് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും വേറെ രീതിയിൽ വീഡിയോ ചെയ്ത് വ്യൂസ് കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ കമന്റ് ബോക്സിൽ എന്ന് വെച്ചാൽ എന്താ പറയാ ദൈവതുല്യമായിട്ടുള്ള കമന്റുകളെ വരാം. സൂപ്പർ, അടിപൊളി, ചേച്ചി സമ്മതിച്ചു. പക്ഷെ കുറച്ചാൾക്കാര് നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുക. എല്ലാവരും ഇല്ല. തുടക്കകാലത്ത് അതായത് ഞങ്ങൾ തുടങ്ങിയൊരു 5 മാസം 6 മാസം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഒരാൾക്കൊരു ശല്യം ചെയ്യുക ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിൽ. ഇതിൽ മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ദുബായ് അങ്ങനെയുള്ള സ്ഥലത്തിൽ വോയിസ് വന്നു വെച്ചപ്പോൾ അതിൽ മിക്ക ആൾക്കാരും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ കുറേ കാശുണ്ട്, പക്ഷെ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ ആഗ്രഹിച്ച ജീവിതമാണ്. എനിക്കിപ്പോൾ ഇവിടെ 1.5 ലക്ഷം ശമ്പളം ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എന്താ പറയാ. അപ്പോൾ എന്നിട്ട് കണ്ണു വെച്ചു. അതെ, സത്യമായിട്ടും നമ്മുടെ ഇതില് ഇൻസ്റ്റാഗ്രാം സത്യം പറയാൻ ഞങ്ങൾ നിർത്താനുള്ള പരിപാടിയായിരുന്നു. അല്ലെ യൂട്യൂബ് തുടങ്ങിയപ്പോഴേ ഇതിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തില്ല. കുറേ പേര് നമ്പർ അപ്പോൾ ഈ ലൈവിൽ വരുന്ന ആൾക്കാർ കുറേ പേര് തെറി പറയേണ്ടി. ഇവരുടെ കയ്യിൽ ഈ നമ്പർ കിട്ടിയുള്ള കാര്യം ആലോചിച്ചുകൂടാ. നമുക്ക് തെറിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ മേടിക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്പർ തരുമെന്ന് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതായത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസം വരെ ഞങ്ങൾ 400 വീഡിയോ ഇട്ടിട്ട് 400 ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് 410 ഫോളോവേഴ്സ് ഞങ്ങൾക്കുള്ളോ. ആ മടുത്തിരിക്കായിരുന്നു. അതായത് മടുക്കല്ല, ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഫേസ്ബുക്കിലും 18,000 ഫോളോവേഴ്സ് ഉള്ളു. പിന്നെ എന്താന്ന് അറിയില്ല, ഒരു പെട്ടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ഒരു 1.5 മാസത്തിനുള്ളിൽ ഫേസ്ബുക്കിൽ 1,19,000 ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമില് 82,000 ഫോളോവേഴ്സും ആയി. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കംപ്ലീറ്റ് ഉൾട്ടയാണ്, എല്ലാ കാര്യവും ഉൾട്ടയാണ്. അല്ലാതെ ഞാനിപ്പോ മോന്റെ അടുത്തായാലും ഇവരുടെ ഒരാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. നമുക്ക് നമ്മുടെ ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാനുള്ള, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല, പറയുന്നതിൽ തെറ്റിന് ഞാൻ ക്ഷമിക്കണേട്ടാ. അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഞാൻ കയറി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ വൈറലായി നിൽക്കുന്ന ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അതിലൊരു 50 പേര് അല്ലെങ്കിൽ 500 പേര് ചെയ്തിട്ടുള്ള ഒരേ ശൈലിയിലാണെങ്കിൽ നമ്മളത് ഉൾട്ടടിക്കുക. 501ാമത്തെ ആളായി നമ്മൾ ഉൾട്ടടിക്കുക. അപ്പോൾ ഈ 500 പേരിനും ബാക്കിയുള്ളവർ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ 501ാമത്തെ ആളെ ശ്രദ്ധിക്കുക. അതിന് കംപ്ലീറ്റ് നമ്മൾ തുടക്കം തൊട്ട് കംപ്ലീറ്റ് ഉൾട്ടയാണ്, കംപ്ലീറ്റ് ഉൾട്ട പരിപാടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ അതിന്റെ റീച്ച് എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മളിവിടെ എത്താൻ കാരണം റീച്ച് എന്നൊന്നും നമ്മളിപ്പോൾ കുറെ പേര് ചോദിക്കും ജാടയാണ്. നമുക്കൊരു ജാടയില്ല ചേച്ചിക്ക് മനസ്സിലായി, നമുക്ക് ജാടയൊന്നുമില്ല. നമ്മള് കുറെ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ഇതിൽ നിന്ന് ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്, നമ്മുടെ കടങ്ങളൊക്കെ ഒന്ന് തീർക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ജാട കാണിക്കാനൊന്നും നമ്മളില്ല. അല്ല, നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാം, എനിക്കറിയാം
കഠിനമായ ഒരു ജോലിയാണ് ആക്ച്വലി മേസ്ത്രി പണി. ഒരുപാട് പേർക്ക് വീടില്ലാത്തവരുണ്ട്. അതായത് വീടില്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടന് ആരോഗ്യമുണ്ട്, ചേച്ചിക്ക് ആരോഗ്യമുണ്ട്, മക്കൾക്ക് രണ്ടുപേർക്ക് ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ അവൻ പഠിക്കുന്ന, അവൻ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അടുത്ത കോഴ്സ്. അപ്പം എന്താ പറയാ, പൊടിമോളുടെ ആക്ടിങ് കണ്ടിട്ട് ചിലപ്പോ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലക്കാണ്. ഞാൻ പറഞ്ഞ ഒന്നും വയ്യാത്തവർ എന്നോട് വീട് ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് നമുക്ക് സ്വർഗമാണ്. ഇപ്പൊ ഞാനത് എടുത്തു പറയാനുള്ള ഒരു കാരണം, എനിക്ക് വീടില്ല, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വാരിയും കെട്ടിയും പെറുക്കി മടുത്ത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മുറിയാണെങ്കിലും നമുക്കത് മതി. നമുക്കത് കാണിച്ചു വൈകുന്നേരം ചെന്ന് കഴിയുമ്പോ നമ്മുടേതായ വസ്തുക്കൾ ഇട്ട് നമുക്കത് എങ്ങനെ വേണേലും ഇടാം. വലിച്ചിടാം, ഇഷ്ടമുള്ളപ്പോ വൃത്തിയാക്കി. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വീട് എന്ന് പറഞ്ഞൊരു സുരക്ഷിതത്വമാണ്. അതെന്താണെങ്കിലും നിങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞ അതെന്താണെങ്കിലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ ഒന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വീട് വേണം. അതിന് രണ്ടുപേരും നടക്കുന്നേ. പൊടിമോൾക്ക് ഇപ്പം സിനിമയിൽ എന്തോ ഓഡിഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അത് ഒന്നായിട്ടില്ലേ നമുക്ക് അത് അവര് പറഞ്ഞ പോലെയൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ അത് അവര് ആഗ്രഹിച്ച പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. പൊടിമോളിലൂടെയാണ് എനിക്കത് വന്നിട്ടുള്ളത്. അത് നടക്കോ നടക്കില്ല എന്നൊന്നും അറിയില്ല. അപ്പൊ അത് നമ്മള് വെളിപ്പെടുത്തിയിട്ടില്ല. പറഞ്ഞപ്പോ പറയണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഒരു സമയമുണ്ട്. പിന്നെ നിങ്ങൾ ഇത്രയും നാളായിട്ട് നിങ്ങളെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചു? ഞാൻ പറഞ്ഞ വെച്ചാൽ അത് നിങ്ങൾ മോശമായിട്ട് കാണുന്നല്ല. ഓരോരുത്തർക്കും ഓരോ ടൈമുണ്ട്. ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ നിങ്ങളെ വിളിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ച്, എന്നിട്ട് വിചാരിച്ചു ഒന്ന് ചോദിച്ചു നോക്കാം, ആരെങ്കിലും എടുക്കുവാണെങ്കിൽ എടുക്കട്ടെ എന്ന് വെച്ച്. കാരണം ഞാൻ എടുത്തെന്ന് വെച്ചാൽ റീച്ച് ആവണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു വീഡിയോ ഇടുമ്പോ മനസ്സിലായോ? അപ്പൊ എനിക്ക് വിഷമാവും. നിങ്ങൾ ഭയങ്കര പ്രതീക്ഷിക്കുന്നുണ്ടാവോ നമ്മളൊരു 10 പേര് ആ ചേച്ചിയിലൂടെ കാണുമല്ലോ. ഇവരിപ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ ഉണ്ണിയപ്പം, വട്ടയപ്പം, ചായ, ജ്യൂസ്, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. തൽക്കാലം എനിക്ക് വയറില്ലാത്തോണ്ട് പൊതിഞ്ഞോണ്ട് പോകാനാണ് പ്ലാൻ. ഇതിലിപ്പോ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി വീഡിയോ എടുത്ത് റീച്ച് ആവോ അതല്ല ഞങ്ങളുടെ അപ്പുറത്തത്. ഇപ്പൊ ചേച്ചി ഇവിടെ വന്നപ്പോ എന്താ സംഭവിച്ചു, ഒരു 10-15 പേര് വന്ന് ശ്രദ്ധിച്ചില്ലേ? അതാണ് ഞാൻ ഇനി ഈ വീഡിയോ ആര് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് മനസ്സിലായി. വേറെ അതല്ലാന്ന് നമ്മള് കുറച്ചു കാലം ഇത് ഇങ്ങനെ കുറ്റിയും പിടിച്ച് കിടന്ന് നടക്കുമ്പോ കുറച്ച് പേര് ചെറിയ രീതിയിൽ അപ്പൊ ഇപ്പൊ അവര് കുറെ പേര് അംഗീകരിച്ചു. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. പിന്നെ ചേച്ചി ഇത്രയും ലക്ഷം ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ. അവർക്കൊന്നും കിട്ടാണ്ട് നമുക്ക് കിട്ടിയപ്പോ ഒരു സന്തോഷം. ചേച്ചി ആദ്യം തന്നെ ചോദിച്ചു ഞങ്ങൾ ചെയ്ത ഇഷ്ടപ്പെടുമോ ചോദിച്ചാൽ അത് ഞാൻ ചോദിച്ചു. ഞാൻ ചെയ്ത ചിലപ്പോ റീച്ച് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ചേച്ചി ഒന്നും അല്ല. ആദ്യം കാണുന്ന ആൾക്കാരെ ചേച്ചി ഞാൻ തൃശ്ശൂർകാരനല്ല, ഞങ്ങൾ എല്ലാരും ഞങ്ങൾ കോട്ടയംകാര് ചേച്ചി ചേട്ടാന്നൊക്കെ തന്നെ. പിന്നെ ഞാനങ്ങ് വിളിച്ചോട്ടെ എന്ന് വെച്ച് ഇന്റർവ്യൂലും ചേച്ചി 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 ഞങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടില്ലേ. ഞങ്ങൾ ആരും അങ്ങനെ പേര് വിളിക്കാനൊരു മടി. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ സത്യം പറയല്ലേ, ഞങ്ങൾ ഈ ഫോണിലുള്ള ഈ കോപ്രായം മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുക അല്ലെങ്കിൽ വലിയ ഇതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെയായിട്ട് ഒരിക്കലും ഞങ്ങളെ ഇങ്ങനെ ചെന്നിട്ടില്ല, ചെയ്തിട്ടില്ല, പിടിച്ചിട്ടില്ല. വലിയ ഫംഗ്ഷന് പോയാൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ പോയിട്ടുണ്ടെങ്കിൽ തന്നെ പരമാവധി ഒരു സൈഡിൽ കല്യാണത്തിന് പോയാലും എവിടെ പോയാലും നമുക്ക് സത്യം പറയാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ മറ്റുള്ളവരെ ഒതുക്കി നിർത്തും. സത്യത്തിൽ ഞങ്ങൾ ഒതുക്കി നിർത്താറുണ്ട്. ഞങ്ങളും അവരെനിക്ക് ഇടപെടാം. കല്യാണത്തിന് പോയി ഞങ്ങളും ഞങ്ങളും തോട്ടിയിടാ അലിയിടാന്നൊക്കെ പറയൂടെ. അങ്ങനത്തെ കുറെ സ്കീമുകളുണ്ട്. അപ്പൊ നമ്മള് നമ്മുടേതായ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോകും. അത്ര പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് മാറ്റങ്ങളുണ്ട്. ഒരു വരെ ഞങ്ങളെ ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സ്കൂളിൽ പോകുമ്പോ ബസ്സിന്നൊക്കെ കൈയാട്ടിട്ട് 2 ദിവസം മുന്നേ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവായിരുന്നു. അപ്പൊ ഒരു ചെക്കൻ ഓപ്പോസിറ്റ് ബൈക്കുമ്പോ വരാ. ആള് വന്നപ്പോ ഞാൻ നോക്കിട്ട് സ്ലോ ആക്കിട്ട് ചേച്ചി വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അടിപൊളിയായിട്ടാ. അപ്പൊ ചേട്ടാ ഈ മാറ്റി നിർത്തല് സാമ്പത്തികം അതൊക്കെ എല്ലായിടത്തും. അതിപ്പോ നമ്മൾക്ക് ഒന്നുമില്ലാത്തോണ്ട് നമ്മളെ മാറ്റി നിർത്തുന്നു. ഉള്ളവന് ഉള്ളവൻ അവര് കുടുംബക്കാരുണ്ടായിരിക്കും. അവൻ എങ്ങാനും ഡൗൺ ആയി പോയാ ഉള്ളവൻ കംപ്ലീറ്റ് മാറ്റിക്കണം. അവന്റെ എത്ര പേരൊന്നും നമുക്കത് സങ്കടമില്ല. അതാ ഞാൻ കുറച്ചേരത്തെ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനെ ഗൾഫിൽ നിന്ന് വോയിസ് വന്നു. മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വോയിസ് വിടാലോ, ഫേസ്ബുക്കില് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, യൂട്യൂബിൽ അങ്ങനെയല്ലേ, യൂട്യൂബിൽ കമന്റ് മാത്രം. അപ്പൊ അതില് കുറെ പേര് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കാശുണ്ട് ഇതല്ല നിങ്ങളുടെ സന്തോഷം നിങ്ങളെ കണ്ടറിയാം. നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെയാണ്, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി അല്ല ഇങ്ങനെ കാട്ടിക്കൂട്ടണ, നിങ്ങളുടെ ജീവിത ശൈലി ഇങ്ങനെയാണ് എന്നുള്ള
അപ്പൊ ഒരു ചേട്ടൻ നാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഡൈവേഴ്സ് ആവാറായി, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്, എനിക്ക് 8 കൊല്ലമായിട്ട്, ഒരു കൊല്ലം ഞാൻ എൻ്റെ ഭാര്യ ജീവിച്ചിട്ടുള്ളൂ, എനിക്കൊരു മോളുണ്ട്, എൻ്റെ മോള് മാനസികമായിട്ട് ഒരു രണ്ടുപേരും ഇങ്ങനെ 2 തോണിയിലായത് കൊണ്ട്, അപ്പോൾ പൊടിമോളിനെ ഞാൻ ആ മോളിൽ കാണുന്നത്. അപ്പോൾ ആളാദ്യം ചീത്ത പറയാ ചെയ്ത്, അതായത് ആളൊരു കമന്റ് ഇട്ടിട്ട് ഞാൻ അങ്ങനെ തമ്പടിച്ചിട്ടു എല്ലാത്തിനും എന്ന് പറയുമ്പോൾ 3 സോഷ്യൽ മീഡിയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പൂരിക്ക് മറ്റേ എക്സ്ട്രാ നെറ്റില്ലേ, അൺലിമിറ്റഡ്, നമുക്ക് വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് ഈ ലൈവ് പോകണമെന്നും പിന്നെ ഓവറായിട്ട് വീഡിയോകൾ ഇങ്ങനെ എടുക്കണം, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് നെറ്റ് വേഗം കഴിയും. അപ്പൊ നമ്മൾ പോയിട്ട് എക്സ്ട്രാ നെറ്റ് കയറ്റാം. അപ്പൊ ഈ 3 സോഷ്യൽ മീഡിയയിൽ നമുക്ക് കമന്റ് കൊടുക്കാൻ പറ്റില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അപ്പം ഞാൻ ആളെന്തോ വോയിസ് ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നിങ്ങളിങ്ങനെ എത്തിക്കണത്, നിങ്ങളൊരു റിപ്ലൈ തായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ സോറി. അപ്പം ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് ചേട്ടാ അങ്ങനെ 3 കൂടിയുള്ള കാരണം. അപ്പോഴാണ് ആൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമായി. അപ്പോൾ ചേച്ചി കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറെ കണ്ണ് വെക്കിലൊക്കെ നടക്കില്ല അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പോൾ നമ്മൾ ഈ രീതിക്ക് തന്നെ പോകാൻ നമ്മൾ മോഡലായിട്ടൊന്നും ചെയ്യാം. കുറേ പേര് ഗീവ് ചെയ്യുക, അപ്പോൾ ഗീവ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഈ 4,50,000 സബ്സ്ക്രൈബർ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് വിചാരം 60,000, 50,000, 70,000 ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 5 ലക്ഷം ആകുമ്പോൾ ഞങ്ങള് 5 പേർക്ക് 350 രൂപ വെച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് തിരിച്ചിങ്ങോട്ട് പറയണം, വേണ്ട ചേട്ടൻ വല്ല ഭക്ഷണം മേടിച്ച് തൃശ്ശൂർ ഇങ്ങനെ വയ്യാണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വെച്ച് തരാം. അപ്പൊ ഓക്കെ, കുറെ പേര് നമ്മൾ ഇത്ര ആക്കിയിട്ടുള്ള ആൾക്കാർ അവരൊന്നും അവരെ നെറ്റ് കഴിഞ്ഞ് അങ്ങനെ അല്ല വലിയ കാശുണ്ടായിട്ടല്ല കേട്ടാ, എന്നും ചോദിക്കണം ഗീവ്. കുറെ ആൾക്കാർ ബസ്സും കാറും വീടും ഫ്ലാറ്റൊക്കെ അങ്ങനെ ഗീവ് കൊടുക്കണില്ല. നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒന്നും നമ്മൾ അങ്ങനെ ഒന്നും ചേട്ടാ. ഞാൻ ഇപ്പോഴും പറയുന്നു പൊടിമോളെ കാണുന്നത്, ഞാൻ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? 1 ആക്ടിങ്, 2 ഹാപ്പിനെസ്. അത് നമുക്ക് ഉള്ളത് കൊണ്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ, നമുക്കതില്ല ഇതില്ല പരിഭവങ്ങളില്ല, മനസ്സിലാകുന്നു. നമുക്കുണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, ഇല്ലേ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഉള്ളത് വെച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാമ്പാറിനിപ്പം പരിപ്പിട്ടാലേ സാമ്പാർ ആവണമെന്നില്ല, സാമ്പാർ പൊടി ഉണ്ടെങ്കിലേ സാമ്പാർ ആവണമെന്നില്ല. നമുക്ക് വായിക്ക് രുചിയാവണം. അതിനെന്തിട്ടാലും ആ രുചിയിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. അതെ, നമ്മളിടയ്ക്ക് ഇതിൽ വന്നോട് കൂടി എന്താ പറഞ്ഞല്ല കേക്കൂട്ടാണ്. അതെ, നമ്മൾ സത്യം പറഞ്ഞ ഇതിലേക്ക് വന്നപ്പോഴാണ് ജീവിതം എന്താന്ന് റെഡിക്കൊന്ന് ഇതായി തുടങ്ങിയത്. അതായത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളിപ്പോ അത്യാധികം ആൾക്കാരെ കണ്ടിട്ടില്ല, ഞാൻ ഒരുപാട് ആളുകൾ ഇതിലും കഷ്ടപ്പെട്ട ആളുകളെ അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കൊന്നും സഹായിക്കാൻ കൂടെ പറ്റില്ല ചേച്ചി. ഞാനും ഇപ്പൊ ഇങ്ങനെയാ തന്നെ നിൽക്കുന്നത്. ഞാൻ എന്താ പറയാ, നമ്മളെ ഞാനൊരു നിത്യകർമ്മം പോലെ ഞാൻ ഒരു കാലത്ത് ഇതുപോലെ രക്ഷപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എല്ലാവരുടെയും കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകാൻ പറ്റും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഹാപ്പിനെസ്. ഞാൻ പറഞ്ഞ കണ്ണ് വെക്കാന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹാപ്പിനെസ്, അല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നുമില്ല. പലരും നമുക്ക് മെസ്സേജ് ഇടുന്നത് പിന്നെ കുറെ പേര് ഇതില്ലേ കഷ്ടപ്പെട്ടിട്ട് ഒരിത്തിലെത്താത്ത കുറെ പേരുണ്ട്, ആത്മവിശ്വാസം ഇല്ലാത്ത കുറെ പേരുണ്ട്. യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ആത്മവിശ്വാസം ഇല്ലാത്ത കുറെ ആൾക്കാർ കുറച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പോയി ഇത് റെഡിക്ക് ഇത് പറയണ ഈ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നമ്മൾ ഇപ്പോൾ കാലത്ത് എനിക്ക് പണിക്ക് പോണ പോലെ കാലത്ത് എനിക്ക് ഇപ്പൊ 8:30 സ്ഥലത്ത് ചെന്നില്ലെങ്കിൽ 9 മണിക്ക് ചെന്ന സാറ് ചീത്ത പറയാം. അതേ ഒരു സ്കീം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ. അതെ, എപ്പോഴും നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുക, നമ്മൾ എപ്പോഴും അതിനെ അനക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പല നേരത്ത് നമ്മൾ വീഡിയോ, അപ്പൊ അവരെ പോലെയുള്ള ആൾക്കാർക്കാണ് കുറെ ഇത്. പിന്നെ കുറെ പേർക്ക് എന്ത് നല്ല ചെയ്താലും കുറ്റം പറയാൻ വന്നിരിക്കുന്ന കുറെ പേരുണ്ട്. അവരോടൊന്നും നമുക്ക് ഒരു പരിഭവമില്ല. നമ്മൾ ഇപ്പൊ ലൈവിൽ ഒന്ന് തെറി വിളിക്കുമ്പോൾ നമ്മൾ അവരെടുത്ത് ചോദിക്കും, ചേട്ടൻ വിളിച്ചോ കുഴപ്പമില്ല, എന്തുകൊണ്ട് എന്ത് ചെയ്തിട്ട് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ മോശമായ ഒരു ഭാഗം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് തെറി പറയും. അതങ്ങനെയല്ല, മനസ്സുഖം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ മലയാളികൾ എല്ലാവരും ഞാൻ കുറ്റം പറയില്ല, കുറച്ച് പ്രത്യേകത ഉണ്ട്. ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ അതുമ്പോ കയറി. അപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു 5 പേര് അവരെ പറഞ്ഞിട്ട്. ചേട്ടൻ മൈക്കാടാണോ മേസ്ത്രിയാണോ? ഞാൻ മേസ്ത്രിയാണ്. ഞാന് പണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ 10-25 കൊല്ലായി. പല പണികളും ചെയ്തു. പിന്നെ പൊടിമോള് മഞ്ജുവാരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലേ? എനിക്ക് ഓർമ്മയില്ല, 1 മാസം പ്രായമുള്ളപ്പോ മഞ്ജു ചേച്ചി നമ്മുടെ വീടിന്റെ അടുത്താണ്. അപ്പൊ മഞ്ജു ചേച്ചിയുടെ വീട്ടിൽ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബിജി മേനോൻചാന്റെ സ്റ്റുഡിയോ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ്. പിന്നെ സത്യനന്ദിക്കാരന്റെ വീട്. പിന്നെ ഒരു ആൾക്കാർ ഇവിടെ സിനിമയുണ്ട് മൈ മമ്മിയ, അത് ഹലോ മമ്മി കൂടെയാണ് സെറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പൊ അന്ന് ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്
പോയപ്പോ എന്തൊരു കേസ് പൊടിമോളുടെ പോലത്തെ ഈ ഇത്ര വലിപ്പമുള്ള തലയിലൊരു മോജോള് ഫോണിന്റെ മോജോര അളവ് കിട്ടാനാണ് അളവുകൾ വിചാരിച്ചു ഒരു കുട്ടീരെ വില സിനിമയിൽ എടുക്കാനാണ് വിചാരിച്ചിട്ട് ഓടിപ്പോയത്. ഇവളെയും കൊണ്ട് ഞങ്ങള് പോയത്. അളവെടുക്കാനായിരുന്നു അളവെങ്കിൽ അളവിന്റെ അളവ്. പക്ഷെ ഇനി വരും. നിങ്ങൾ എന്താണേലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. നിങ്ങൾക്ക് എന്താണെങ്കിലും അവസരങ്ങൾ തേടിയെത്തും. അപ്പൊ ഈ പറഞ്ഞ ഇതൊന്നും കുറവുകളല്ല കേട്ടോ. ഒരിക്കലും ഞങ്ങൾക്കിത് കുറവുകളല്ല. പക്ഷെ ഓരോരുത്തര് കളിയാക്കണവർക്കുള്ള മറുപടി ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ. അപ്പൊ ശരി, എന്താണെങ്കിലും മഴ വരുന്നുണ്ട്, നമുക്ക് ഇതോടുകൂടി നിർത്താം. താങ്ക് യു. വളരെ നന്ദി ചേച്ചി, ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീഡിയോ എടുത്താലും ഒരുപാട് നന്ദി.